ഹായ് പാർവതി. സുഖാണോ? സത്യം പറഞ്ഞ പാർവതി ഇല്ലേ, പാർവതി ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളത്. ഷാൻചേട്ടൻ അറിയോ? ടിനിച്ചേട്ടൻ അറിയോ? നസീർക്കൊക്കെ അറിയോ? സത്യം പറഞ്ഞ പാർവതിനെ ഈ ഫ്ലോറിൽ കാണുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കാരണം എല്ലാ ഇന്റർവ്യൂ ഇങ്ങനെ കുത്തിയിരുന്ന് അവള് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ഇതാണ്. എന്തായാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പാർവതിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഞങ്ങളെ ആരും അല്ല കേട്ടോ, ധ്യാനും അല്ല എന്നെയല്ല. പക്ഷെ നവ്യ ചേച്ചീനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നവ്യ ചേച്ചീനെ കുറിച്ച് എപ്പോഴും ധ്യാൻ പറയും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കാരണം വെള്ളിത്തിരയുടെ കാര്യം അവൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഇത് തന്നെ സംസാരം അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈ തള്ള പരിപാടിക്ക് ഞാൻ വലിയ തള്ളലൊന്നും തരുന്നില്ല. എന്തായാലും നമ്മുടെ പാർവതിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. പാർവതി ഇവിടെ ഉണ്ട് മോളെ. എന്ത് ഷൈന്? എന്റെ ടീച്ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണുണ്ടല്ലോ, ഈ പാർവതി ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് കണ്ട മൈൻഡ് ചെയ്യില്ല. ഞാൻ കാരണം വൈറലായ ഒരു പെണ്ണാണ് അല്ലേ? അല്ലേ? കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യണല്ലോ. എന്താണ് കുറെ നാളുകൾ കൊണ്ട്? അങ്ങനൊന്നുമില്ല ഏട്ടാ, ചുമ്മാ പറയല്ലേ. എന്ത് ചുമ്മാ? ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ. നമ്മളൊന്നും ഇല്ലേ, നമ്മളൊക്കെ വലിയ ധ്യാൻ ശ്രീനിവാസനൊന്നും അല്ലേ. നമ്മളിപ്പോ ആർക്കും വേണ്ട, ഇപ്പൊ സോഷ്യൽ മീഡിയക്കാർക്ക് ആർക്കും വേണ്ട. എന്ന് ഞാന് എന്നെ ടീച്ചറിന് ഒരു കാര്യം അറിയോ? ടീച്ചറിന് കാര്യം അറിയോ? എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവണം? എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാവണം? എങ്ങനെയാണ് നമുക്കറിയോ? എനിക്കറിയില്ല. നമ്മൾ ജീവിച്ച് വളരുന്നതിനനുസരിച്ചല്ലേ. അപ്പൊ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിന് അങ്ങനത്തെ ഒരു പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ? ഇപ്പൊ ജനിക്കുന്ന കൊച്ചിനും അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? എന്താ ചേട്ടാ, എനിക്ക് അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയിൽ പറഞ്ഞു. അയ്യോ അല്ല ഇത് ഏത് അല്ല നവ്യ നമസ്കാരം ഉണ്ടോ? ഞാൻ വിനായകനാണ്. അയ്യോ നവ്യയുടെ കൂടെ ഒരുത്തി എന്ന സിനിമ ചെയ്തു. ആ ഒരുത്തി എന്ന സിനിമയുടെ പ്രസ് മീറ്റ് കണ്ട് ഭയങ്കര വൈറലായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്ത് കറക്റ്റ്. എനിക്ക് നവ്യയുടെ എക്സൈറ്റ്മെന്റ് കാണുമ്പോഴാണ് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നത്. കാരണം സത്യം പറഞ്ഞാൽ ആ പടത്തിലുണ്ടല്ലോ, ആ പടത്തിൽ എനിക്ക് ഒരു സപ്പോർട്ടിങ് റോളായിരുന്നു. പക്ഷെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ചിന്ന വയസ്സിൽ ഇരുന്ന ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നവ്യയുടെ കൂടെ ഒരു നായകനായിട്ട് അഭിനയിക്കണം. അതാണ് എൻ്റെ ലൈഫോടെ ടാർഗറ്റ്. മനസ്സിലായോ? അല്ല നിങ്ങളെന്നൊന്ന് ചോദ്യങ്ങൾ, ഈ അസീസൊക്കെ എന്തിനാണ് വായും വിളിച്ചിരിക്കണേ? എന്നോട് ചോദിക്കാനൊന്നുമില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കണേ. അല്ല അല്ല നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാനല്ല. അല്ല ആസ്വദിച്ചോണ്ടിരിക്കുക, ഇവരൊക്കെ വരുന്നത് ആസ്വദിച്ചോണ്ടിരിക്കുക. അതെ, അല്ല ആസ്വദിക്കാനായിട്ട് ഞാൻ ഇവിടെ മിമിക്രി ഒന്നല്ലാതെ കാണിച്ചുകൊണ്ടിരിക്കണം. അല്ല എന്തായാലും നിങ്ങൾ വിനായക ചേട്ടൻ വന്നപ്പോ കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കുക സംസാരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ല അങ്ങനെ ആസ്വദിക്കാനായിട്ട് ഞാനിവിടെ മിമിക്രി ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങളോട് പറയാം, ഞാൻ ഇങ്ങനെ കാണിക്കുമോ? ഞാൻ ഇങ്ങനെ കാണിക്കും. അല്ല മിമിക്രി ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി ആസ്വദിച്ചോണ്ടിരിക്കും. അല്ല മിമിക്രി ഒക്കെ ചെയ്യുക, അത് മിമിക്രി ചെയ്യാനായിട്ട് പല ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ വരുന്നതാണ്. അപ്പൊ എന്തായാലും നന്ദി നമസ്കാരം ഉണ്ട്. അപ്പൊ ഈ